Good afternoon all. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വെന്റിലേറ്ററിന്റെ റിസ്ക് ഓഫ് ബീയിങ് വെന്റിലേറ്റർ അതിന്റെ മെയിൻ റിസ്കുകൾ വരെയാണ് നോക്കിയത്. അവിടെ വരെയാണോ? ഓർമ്മയുണ്ടോ? ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡീമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ് ഇല്ലേ? അവിടെ വരെയാണ് നമ്മൾ മെയിൻ റിസ്കുകൾ നോക്കിയത്. അപ്പോ ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞു, ഇറിറ്റേഷനിൽ പറഞ്ഞു ചുമക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, വോക്കൽ കോഡ് ഇഷ്യൂസ് അല്ലെ, നമ്മളുടെ വോയിസ് ബോക്സിനെ ഹാം ചെയ്യുമെന്ന് പറഞ്ഞു. പൾമണറി എഡീമ എന്ന് പറഞ്ഞാല് ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഒരു അവസ്ഥയാണ്. ദെൻ ബ്ലഡ് ക്ലോട്ട് അല്ലെ, നമ്മൾ ഒരു പൊസിഷനിൽ തന്നെ പേഷ്യന്റ് കിടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും നടക്കില്ല, സോ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നത് അടുത്ത നമുക്ക് ബാക്കി വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇത്രയും റിസ്കുകളാണ് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി വരുന്ന റിസ്കുകളാണ് നോക്കുന്നത്. സഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. ഇന്ന് സഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാല് മറവി അല്ലെ, മറന്നു പോകുന്ന ഓർമ്മക്കുറവ്, ചിത്തഭ്രമം എന്നൊക്കെ പറയാം മലയാളത്തില്. എഴുതി വെക്കുക കേട്ടോ, അറിയാത്തവരെ എഴുതി വെക്കുക. ഡിമെൻഷ്യ മീൻസ് മറവി, ചിത്തഭ്രമം എന്നൊക്കെ എഴുതി വെക്കാം. ഓക്കെ, ഡിമെൻഷ്യ എന്തുകൊണ്ടാണ് ഒരു വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പേഷ്യൻസിന് ഡിമെൻഷ്യ സംഭവിക്കുന്നത് നോക്കാം. This can be resulted by the sedatives and many other medications provided to an individual who is on ventilator with a breathing tube. അല്ലേ, അതായത് നമുക്കറിയാം വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ട്യൂബ് വഴി, ബ്രീത്തിങ് ട്യൂബ് വഴി ഒത്തിരി മെഡിസിൻസുകൾ കൊടുക്കുന്നുണ്ട്. സഡേഷൻ മെഡിസിൻസുകൾ ട്യൂബ് വഴി നൽകുന്നു. സോ ഈ സഡേഷൻ മെഡിസിൻസുകള് പേഷ്യൻസിന് ഡിമെൻഷ്യ വന്നേക്കാവുന്ന ഈ ട്യൂബിൽ കൂടി നമ്മൾ നൽകുന്ന അത്രക്ക് ഡോസ് ഉള്ള ഹൈലി ഡോസ് ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും പേഷ്യൻസിന് നമ്മൾ നൽകുന്നത്. സോ അത് ഭാവിയിൽ അവർക്ക് ഡിമെൻഷ്യ വരാനും ചാൻസ് ഉണ്ട്. ട്യൂബിലൂടെ നമ്മൾ കൊടുക്കുന്ന സഡേറ്റീവ് മെഡിക്കേഷൻ ആണ് ഡിമെൻഷ്യക്ക് കാരണമാകുന്നത്. ക്ലിയർ ആണോ? ഡിമെൻഷ്യ ട്യൂബിലൂടെ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ദെൻ ഫ്യൂച്ചറില് ഡിമെൻഷ്യ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് വൺ, ഫ്ലൂയിഡ് ഓവർലോഡ്. ഫ്ലൂയിഡ് ഓവർലോഡ് ആവുന്ന ഒരു അവസ്ഥ. This can be caused by continuous infusion, drug toxicity and renal failure. എന്താ renal failure എന്ന് വെച്ചാൽ കിഡ്നി ഫെയിലിയർ ആവാനും ചാൻസ് ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഡ്രഗ് അല്ലെ, അതായത് ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ ട്യൂബ് വഴി നൽകുന്ന മെഡിസിൻസുകൾ, കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസുകൾ കൊടുക്കുന്നത് മൂലം അത് എന്താണ്, കിഡ്നി ഫെയിലിയർ ആവാനും ചാൻസ് ഉണ്ട്. അത് വെന്റിലേറ്ററിൽ കിടന്നാൽ മാത്രമല്ല കേട്ടോ, മറിച്ച് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ നിങ്ങളുടെ ഇടയിൽ തന്നെ കാണും, ചെറിയൊരു തലവേദന വന്നാൽ പോലും നമ്മൾ അപ്പൊ തന്നെ എടുത്ത ഒരു പാരസെറ്റമോൾ കഴിക്കും, അല്ലെങ്കിൽ ചെറിയൊരു വയറുവേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഒരു പെയിൻ കില്ലർ എടുത്ത് നമ്മൾ കഴിക്കും. ഈ കഴിക്കാറില്ലേ കുറെ പേരുണ്ടാവും കൂട്ടത്തില്. നമുക്കത് സഹിക്കാൻ പറ്റാവുന്ന ചിലപ്പോൾ ചെറിയൊരു വേദനയായിരിക്കാം, പക്ഷെ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, പെയിൻ കില്ലർ കഴിക്കും. പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ ആശ്വാസം കിട്ടുമല്ലോ. പക്ഷെ ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് മെഡിസിൻസ് കഴിക്കുന്നത് ഫ്യൂച്ചറിൽ കിഡ്നി ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ചെറിയൊരു വേദന വന്നാൽ പോലും അപ്പൊ തന്നെ ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കുക. തലവേദനയോ വയറുവേദനയൊക്കെ വരുമ്പോൾ നമ്മള് കഴിക്കാറുണ്ട് അങ്ങനെ? ആരുമില്ല. ഓക്കെ, നല്ല കാര്യം. അപ്പൊ അങ്ങനെ പരമാവധി ചെറിയ ഇതൊക്കെയാണെങ്കിൽ നമ്മള് ഇത് തലവേദനയൊക്കെ ആണെങ്കിൽ അപ്പൊ പാമ്പൊക്കെ തരട്ടി ഒന്ന് ചെറിയ രീതിയിലൊക്കെ സുഖപ്പെടും അല്ലെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം മെഡിസിൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ മെഡിസിൻസുകൾ അമിതമായിട്ട് നമ്മൾ ഓവർ യൂസ് കിഡ്നി ഫെയിലിയർ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡ്രഗ് ടോക്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോക്സിസിറ്റി എന്ന് വെച്ചാൽ വിഷാംശം എന്നാണ് മീനിങ്. അതായത് മെഡിസിൻസ് ഒക്കെ അധികം കഴിക്കുന്നത് വിഷാംശമാണെന്നുള്ളൊരു മീനിങ് ആണ്. ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ട്യൂബ് വഴി നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. Then next one, lung injury. ശ്വാസകോശം തകരാറിലാകുന്നു. A ventilator can cause lung damage. This can occur for several reasons. അപ്പൊ ഒത്തിരി കാരണങ്ങളാണ് നമ്മുടെ ശ്വാസകോശം ഡാമേജ് ആയി പോകുന്നത്, ലങ് ഇഞ്ചുറി സംഭവിക്കുന്നു. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. ശ്വാസകോശത്തിനുള്ള എയർ പ്രഷർ, വായുമർദ്ദം സാധാരണ പരിധിക്കും അപ്പുറം പോകുന്നത്, ബിയോണ്ട് പരിധിക്ക് അപ്പുറമാണ്.
നമ്മളുടെ ഒരു നോർമൽ ലിമിറ്റിന്റെയിലും നമ്മളുടെ ആ ഒരു വായുമർദ്ദം ശ്വാസകോശത്തിനുള്ളിലെ വായുമർദ്ദം അതിലും നോർമലിനേലും കൂടുതലാകുന്നു. കാരണം എന്താണ്? കൃത്രിമ നമ്മള് മെക്കാനിക്കൽ വെന്റിലേഷൻ വഴിയാണ് ശ്വാസം കിട്ടുന്നത്, നോർമൽ ബ്രീത്തിങ് അല്ല. സോ എന്ത് പറ്റുന്നു? ശ്വാസകോശത്തിനുള്ളിലെ വായുമർദ്ദം നോർമൽ ലിമിറ്റിനേലും കൂടുതലായി പോകുന്നു. Then air seep into the space between lungs and chest wall. അതിനെ വിളിക്കുന്നതാണ് ന്യൂമോതെറാക്സ്. അതായത് എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ നമ്മുടെ ലങ്സ് ശ്വാസകോശത്തിന്റെ ഭിത്തിയില്, ശ്വാസകോശത്തിന്റെ ഭിത്തികൾക്കിടയില് എയർ സീപ്പ് മീൻസ് എയർ വായു വന്ന് നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് നല്ല രീതിയിൽ എയർ കിട്ടുന്നുണ്ട്. സോ ശ്വാസകോശത്തിനുള്ളില് എയർ വന്ന് ശ്വാസകോശ ഭിത്തികൾക്കുള്ളിൽ വന്ന് മീൻസ് നിറയുന്നു. അതിനെയാണ് നമ്മൾ ന്യൂമോതെറാക്സ് എന്ന് വിളിക്കുന്നത്. പേരാണ് ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ന്യൂമോതെറാക്സ്. ഓക്കെ, ശ്വാസകോശ ഭിത്തികൾക്കുള്ളില് വായു നിറയുന്ന ഒരു അവസ്ഥ. ഓക്കെ, then oxygen toxicity. Too much oxygen in the lungs. ലങ്സിനുള്ളിൽ ഒരുപാട് ഓക്സിജൻ വന്ന് നിറയുന്ന ഒരു അവസ്ഥയാണ് ഓക്സിജൻ ടോക്സിറ്റി. ഓക്കെ, ക്ലിയർ ആണോ? ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലങ്സ് ഡാമേജ് ആയി പോകുന്നത്, ശ്വാസകോശം തകരാറിലാവുന്നത്. 3 പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഓക്സിജൻ ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ് ആണ്. ന്യൂമോതെറാക്സ് എന്ന് വിളിക്കുന്നത് എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയില വായു വന്ന് നിറയുന്ന ഒരു അവസ്ഥയെയാണ് ന്യൂമോതെറാക്സ് എന്ന് വിളിക്കുന്നത്. 2 കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. സെക്കൻഡ് പോയിന്റും ദെൻ തേർഡ് പോയിന്റും അണ്ടർലൈൻ ചെയ്യാം. അതിൽ നിന്ന് ന്യൂമോതെറാക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ഓക്സിജൻ ടോക്സിസിറ്റി ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻസ്. അണ്ടർലൈൻ ചെയ്തോ 2 പോയിന്റ്, സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ തുടങ്ങി ഇപ്പൊ നമ്മളെടുത്ത് ഇത്രയും ഭാഗം ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം കേട്ടോ. അതായത് നമുക്കറിയാലോ ഓക്സിജനൊക്കെ ഒരു അളവുണ്ട് കൃത്യമായിട്ട് അല്ലെ. നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ. അപ്പൊ അതിലും കൂടുതലാകുന്ന ഒരു അവസ്ഥയിൽ ഈ ഓക്സിജൻ ടോക്സിറ്റി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓവർ നമ്മൾ പറയില്ലേ, എന്താ അധികമായാൽ പഴഞ്ചൊല്ലി പറയാറുണ്ടല്ലോ, പറയാറില്ലേ? എന്താ ബാക്കി? അധികമായാൽ ബാക്കിയില്ല. കേട്ടിട്ടില്ല? അമൃതും അധികമായാൽ അമൃതും വിഷം എന്നല്ലേ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പഴഞ്ചൊല്ല് ഓക്സിജന്റെ അളവ് കൂടിപ്പോകുന്ന ഒരവസ്ഥ പറഞ്ഞപ്പോ പറഞ്ഞതാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അതിന്റെ നെക്സ്റ്റ് ഭാഗം എടുക്കണം. sedation related dementia എന്ന് വെച്ചാൽ മറവി സംഭവിക്കുന്നു. മീൻസ് അൽഷിമേഴ്സ് ഒക്കെ പോലെ ആയി പോകുന്ന മറവി. അതായത് മറവി സംഭവിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെഡേറ്റീവ് മെഡിസിൻസ് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് നമ്മൾ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് വേദന അറിയാണ്ടിരിക്കാനായിട്ട് എപ്പോഴും മയങ്ങാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുകയാണ്. സോ അതൊക്കെ വളരെ ഡോസ് കൂടിയ മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെഡേറ്റീവ്സ് മെഡിസിൻസ് കൊടുക്കുന്നത് മൂലം അവർക്ക് ഭാവിയിൽ മറവി സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അത് അതിന്റെ ഫ്യൂച്ചർ ഇഫക്റ്റ് ആണത്, സൈഡ് ഇഫക്റ്റ് ആണ് സെഡേറ്റീവ്സ് മെഡിസിൻസിന്റെ. ക്ലിയർ ആയോ? Okay. Then next നോക്കാം. Who attends to the patients on a mechanical ventilator?
ഒരു പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേറ്ററിലാകുന്ന ഒരു പേഷ്യൻസിനെ ആരൊക്കെയാണ് പരിചരിക്കുന്നത്, അറ്റൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? The patients who are mechanically ventilated, care providers like underline ചെയ്യാം. ഇനി പറയുന്ന പേരുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഒരു മെക്കാനിക്കലി വെന്റിലേറ്ററിൽ പേഷ്യൻസ് ആയിരിക്കുമ്പോൾ ആ പേഷ്യൻസിനെ ആ വെന്റിലേറ്ററിൽ പരിചരിക്കുന്നത് ആരൊക്കെയാണ്? ഫിസിഷ്യൻസ്, അനസ്തീഷ്യസ്റ്റ്, pulmonary specialist, physiotherapist or respiratory therapist, and nurses are liable to take care of them. ഇത്രയും പേരാണ് ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ പരിചരിക്കുന്നത്. ആരൊക്കെയാണ്? ഫിസിഷ്യൻ ഉണ്ടാകും, അനസ്തേഷ്യസ്റ്റ് ഉണ്ടാകും, അറിയാലോ അനസ്തേഷ്യസ്റ്റ് ആരാണെന്ന്. ദെൻ പൾമണറി സ്പെഷ്യലിസ്റ്റ്, ശ്വാസകോശ സംബന്ധം വിദഗ്ധനുണ്ടാകും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാകും, ദെൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ശ്വസന പ്രോബ്ലംസിനൊക്കെ പരിഹാരം കാണുന്ന വിദഗ്ധനായിട്ടുള്ള പേഴ്സൺസ്, ദെൻ നേഴ്സസ്. ഇത്രയും പേരാണ് ആ ഒരു കെയർ ടീം എന്ന് പറയുന്നത്, വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ പരിചരിക്കുന്ന കെയർ ടീം എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് ആരൊക്കെയാണെന്ന് നമ്മൾ വായിച്ചു പോകുമ്പോൾ തന്നെ മാക്സിമം അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ലാസ്റ്റ് സെക്ഷൻ ആണ്. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. The administration must make sure, അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വെന്റിലേറ്ററിന്റെ ആ ഒരു യൂണിറ്റിൽ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ. The preventive maintenance of equipment to be done periodically. ആ വെന്റിലേറ്ററിലെ എക്യുപ്മെന്റ്സുകൾ മെയിൻ്റനൻസ് ചെയ്യാതെ ബി ഡൺ പീരിയോഡിക്കലി. പീരിയോഡിക്കലി എന്ന് വെച്ചാൽ എന്താണ്? ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ആനുകാലികമായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ നടത്തുക. എക്യുപ്മെന്റ്സ് ഒക്കെ പഴയതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പുതിയതൊക്കെ വെക്കുക. Then obtainably of well-trained staff in care of patient in ventilator. പരിശീലിക്കുന്ന നന്നായിട്ട് പരിശീലനം, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ചവരായിരിക്കണം വെന്റിലേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ. അവർക്ക് നല്ലൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ വെന്റിലേറ്ററിൽ നിൽക്കുന്ന പേഷ്യൻസ് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് ഓഫ് ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. വെന്റിലേറ്റർ പേഷ്യൻസിനെ പരിചരിക്കുമ്പോൾ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ കെയർ വേണമെന്ന്. അതായത് എന്തൊക്കെയാണ്? വേറെ വിസിറ്റേഴ്സിന് അലൗഡ് ചെയ്യാൻ പാടില്ല, അവർക്ക് സേഫ് ആയിരിക്കണം, അല്ലേ? Then sufficient resources should be available. വെന്റിലേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ അവൈലബിൾ ആയിരിക്കണം. എക്യുപ്മെന്റ്സ് ആകാം, മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സോ അങ്ങനെയുള്ള ഐറ്റംസ്, എന്തെങ്കിലും ഇപ്പൊ ബെഡോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അങ്ങനെ എക്യുപ്മെന്റ്സുകൾ. ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ്സുകളൊക്കെ ആനുകാലികമായിട്ട്, അതായത് പീരിയോഡിക്കലി ആയിട്ട്. ഇപ്പോ എക്യുപ്മെന്റ്സുകൾ ഇപ്പൊ ബാറ്ററി ചാർജ് തീർന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവുമല്ലോ, മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഒരു വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, മോണിറ്റർ സിസ്റ്റംസ് ഉണ്ട്. സോ അത് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക. പീരിയോഡിക്കലി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, അതൊക്കെ വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുക.
വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ? സിമ്പിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? വലിയ മെഡിറ്റേറ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. മാക്സിമം ഞാൻ ഓരോ കാര്യങ്ങളും മിനിമം 2 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡൗട്ട്സ് ഉള്ളത് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ദെൻ വായിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ സെക്ഷനിലേക്കും പോകുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ ആണോ എല്ലാവരും? വെന്റിലേറ്റർ ചാപ്റ്റർ കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ദെൻ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ദെൻ നല്ല രീതിയിൽ അത് പഠിക്കുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പഠിച്ചു പോവുക. ഇനി നിങ്ങൾക്ക് ഇപ്പൊ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും മേ ബി എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും കറക്ഷൻസോ ഡൗട്ട്സോ തോന്നുകയാണെങ്കിൽ അത് പിറ്റേ ദിവസം നിങ്ങൾ ഏത് ടീച്ചറിന്റെ മോക്ക് ടെസ്റ്റ് ആണോ അത് കൃത്യമായിട്ട് ആ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും മോക്ക് ടെസ്റ്റിൽ വരുന്നിട്ടുണ്ട്, ഇപ്പൊ ക്വസ്റ്റിന്റെ ഡൗട്ട് ആകാം അല്ലെങ്കിൽ ആൻസറിന്റെ ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതാത് ടീച്ചേഴ്സിനോട് പിറ്റേ ദിവസം ടീച്ചർ ക്ലാസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ആ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട് ടീച്ചർ അങ്ങനെ ചോദിക്കാം, ക്ലാരിഫിക്കേഷൻ ചെയ്യാം കേട്ടോ. അതാത് ടീച്ചേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോ ഇതിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ഏകദേശം എന്താണ് വെന്റിലേറ്ററുമായിട്ടൊക്കെ സാമ്യമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ICU എന്ന് പറയുന്നത് അല്ലെ. ആണോ? അല്ലെ, വെന്റിലേറ്ററുമായിട്ട് സാമ്യമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ICU എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ടീച്ചർ എന്ത് ഇങ്ങനത്തെ ചാപ്റ്റർ മാത്രമാണല്ലോ എടുക്കണേന്ന്. അങ്ങനെയല്ലേ? കുറച്ച് കഴിയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിച്ചോ? വെന്റിലേറ്റർ അത് കഴിഞ്ഞിട്ട് ICU അങ്ങനെയാണോ? കുറച്ച് പേര് ചിന്തിച്ചില്ല അങ്ങനെ? ഇല്ല, ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണമല്ലോ. അപ്പോ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ആണ് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലേ. അപ്പോ ICU എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറിവുകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ICUവിനെ കുറിച്ച് അറിയാവുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? ഒന്ന് കമന്റ് ചെയ്തേ പെട്ടെന്ന്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ കൂടുതലായിട്ട്. സ്പെഷ്യൽ കെയർ ആണ്. ഓക്കെ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ജസ്റ്റ് പോയിന്റ് ആയിട്ട് ഇത് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഓക്കെ, ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണ്. എല്ലാവരും അഭിപ്രായം പറയാട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റിപ്പോകുന്നത് ആരും വിചാരിക്കേണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നമുക്ക് വലിയ കൂടുതൽ അറിവൊന്നും ഇല്ലാലോ അല്ലേ. നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ നമ്മളുടെ അറിവ് ഉപയോഗിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ അവസരം തരുന്നത്. ഓക്കെ, ഐസൊലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? ICU എന്ന് പറയുമ്പോൾ അത്ര അറിയാൻ പാടുള്ളൂ. ICUവിനുള്ളിൽ ഇഞ്ചുറീസ് വരുമ്പോൾ ഓക്കെ, ICUവിനുള്ളിൽ കയറിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താണ് കുറച്ചു പേരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും അഡ്മിറ്റഡ് ആയപ്പോഴൊക്കെ ICUവിനുള്ളിൽ കയറിയിട്ടുണ്ടാകാം അല്ലെ. ചിലപ്പോൾ കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിനെ കാണാൻ കയറിയിട്ടൊക്കെ ഉണ്ടാകാം അല്ലെ. എല്ലാവരും കയറണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ, ചോദിക്കാത്തത്. എന്തായാലും കയറിയിട്ടുണ്ട് കുറച്ചു പേര്. കുറച്ചു പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോ ICUവിന്റെ ഉള്ളിൽ കയറുമ്പോ എന്തെല്ലാമാണ് അവിടെ നിങ്ങൾ കാണുന്നത്? ICUവിന്റെ ഉള്ളിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അല്ലാതെ തന്നെ കയറിയിട്ടുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ICUവിൽ കാണുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അതിന്റെ ഉള്ളിൽ കാണാൻ സാധിച്ചു? കർട്ടനാണോ ആദ്യം കണ്ടത്? ഷംന, കർട്ടൻ വേണോ ആദ്യം നോക്കിയത്? ഓക്കെ, കർട്ടൻ ഉണ്ട്. ഓക്കെ, മെഷീൻസ് ഉണ്ട്, ഓക്സിജൻ മാസ്ക് കണ്ടു. വേറെ എന്തൊക്കെ കണ്ടു? എയർ കണ്ടീഷനിങ് ആണ്. ഓക്കെ, ബെഡ്, അത്രയും കാര്യങ്ങൾ കണ്ടുള്ളൂ. പേഷ്യന്റ് മോണിറ്ററിംഗ് സിസ്റ്റംസ് കണ്ടു അല്ലെ. ദെൻ ലൈറ്റുകൾ ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റ്സുകൾ ഉണ്ട്. ഓക്കെ, ദെൻ സ്റ്റാഫ് ഉണ്ട്, BP അപ്പാരറ്റസ് കണ്ടു.
ECG മെഷീൻ കണ്ടു. Then ആൻസറുകളൊക്കെ വരുന്നുണ്ടല്ലോ. വേറെ എന്തൊക്കെയാണ് കണ്ടത്? അത്രയൊക്കെ ഉള്ളോ? മെഡിസിൻ ഷെൽഫ്. ഓക്കെ. ഇഞ്ചക്ഷൻസ് കണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ICU നിങ്ങളൊരു പിക്ചർ നോക്കിയേ. ICUന്റെ ഒരു പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇവിടെ പേഷ്യൻസിന് കിടക്കാനായിട്ടുള്ള ബെഡ് ഉണ്ട്. 2 പേഷ്യൻസിനൊക്കെ കിടക്കാം അല്ലേ? Then മോണിറ്ററൈസിംഗ് സിസ്റ്റം കണ്ടോ? ഇപ്പൊ ECG അങ്ങനെയുള്ള മോണിറ്ററൈസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. Then എയർ കണ്ടീഷനിങ് ആണ്. ലൈറ്റ് അറേഞ്ച്മെന്റ്സുകൾ ഉണ്ട് അല്ലേ? നല്ല അത്യാവശ്യം വർക്ക് അറേഞ്ച്മെന്റ്സുകൾ തന്നിട്ടുണ്ട്. Then നോക്കാം, നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ വായിച്ച് നോക്കാം കേട്ടോ. A unit in a hospital that provides intensive care for critically ill or injured patient, which is operated by specially trained medical staff and has equipment that allows for continuous monitoring, life support. എന്താണ് പറയുന്നത്? A unit in a hospital that provides intensive care for critically or injured patients. അതുവരെ അണ്ടർലൈൻ ചെയ്തേ, പേഷ്യൻസ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസിനെയും അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെയും ഇന്റൻസീവ് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിലെ ICU എന്ന യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് ICUയിൽ പ്രവേശിപ്പിക്കുന്നത്. പേഷ്യന്റ് വരെയുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. A unit in a hospital that provides intensive care for critically ill or injured patients. Okay, then which is operated, അതായത് ICU പ്രവർത്തിക്കുന്നത് specially trained medical staff and has equipment that allows for continuous monitoring and life support. അല്ലെ, ഒരു ICU പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളെ വെച്ചിട്ടാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ICUവിന്റെ ഉള്ളിൽ വരുന്നത്. Then മോണിറ്ററിങ്, കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിന്റെ PCG ആകാം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് മോണിറ്ററൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ICU എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അവര് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. Then ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ്, അവരുടെ ഓരോ കാര്യങ്ങള് PCG ആകാം, അല്ലെങ്കിൽ എന്താണ് ഓക്സിജൻ റേറ്റ് ആകാം, റെസ്പിറേറ്ററി റേറ്റ്, എന്നിങ്ങനെയുള്ളവ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, then patient may be referred either directly from an emergency department. അല്ലേ, പേഷ്യൻസിന് ICUയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ആക്സിഡന്റ് കേസസ് ഒക്കെ വരും അല്ലെ, അപ്പൊ മേജർ ആയിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റി, ഇപ്പൊ ഹെഡ് ഇഞ്ചുറി ഒക്കെ പറ്റിയ പേഷ്യൻസ് ആണെങ്കിൽ എമർജൻസിയിൽ വന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിനെ നമ്മൾ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അതാണ് ഡയറക്ട്ലി ഫ്രം ആൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, then നെക്സ്റ്റ് പറയുന്നത് ഫ്രം വാർഡ് ഇഫ് ദെയർ കണ്ടീഷൻ റാപ്പിഡ്ലി. ഇപ്പൊ ഓൾറെഡി വാർഡില് അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു പേഷ്യൻസ് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് കണ്ടീഷൻ ചേഞ്ച് ആകും, ആ പേഷ്യൻസിന്റെ രോഗം പെട്ടെന്നൊന്ന് വഷളാകുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. Then or immediately after surgery, if the surgery is very invasive and the patient at a high risk complications. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്. ഇപ്പൊ മേജർ ബൈപ്പാസ് പോലത്തുള്ള വലിയ വലിയ സർജറികൾക്ക് കഴിയുമ്പോഴും വെരി ഇൻവാസീവ് ആണെന്ന് വെച്ചാൽ എന്താ, ഭയങ്കര ആക്രമണ സ്വഭാവം കാണിക്കാൻ പറയില്ലേ, അതായത് പെട്ടെന്ന് തന്നെ ശ്വാസം കിട്ടാതെ വരിക, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ ഫിലിമിലൊക്കെ കാണാറില്ല. പെട്ടെന്ന് മാസ്ക് വരുമ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയൊക്കെ അല്ലേ, ഇതിനാണ് ഇൻവാസീവ് എന്ന് വിളിക്കുന്നത്. ഒരു ആക്രമണാത്മകമായിട്ടുള്ളൊരു പെട്ടെന്ന് പേഷ്യൻസിന്റെ കണ്ടീഷൻ ചേഞ്ച് ആകുന്നത് സർജറി കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെയും റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ്, അതായത് കോംപ്ലിക്കേഷൻ വരുന്ന സർജറികൾ, ഇപ്പൊ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കുമല്ലോ, അങ്ങനെയുള്ള മേജർ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള
കാര്യങ്ങളൊക്കെ സർജറികളൊക്കെ വരുമ്പോൾ നമ്മുടെ പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു, ICUയിൽ അഡ്മിറ്റ് ആക്കുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിക്കാം കേട്ടോ. നിങ്ങൾ ICUനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത് അല്ലെ. ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടും അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെയാണ് നമ്മൾ ICUയിൽ പ്രവേശിപ്പിക്കുന്നത്. then ഒരു ICU എന്ന് പറയുമ്പോൾ ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫുകളും എക്യുപ്മെന്റ്സുകളും കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗും ഉണ്ട്. പേഷ്യന്റിന് നമ്മൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ്ലി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നേരിട്ട് എന്ത് ചെയ്യുന്നു, ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസുകൾ ICUയിൽ മാറ്റുന്നു. then വാർഡിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻസ് പെട്ടെന്ന് മോശമാവുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, വാർഡിലോട്ട് പേഷ്യന്റിനെ ICUയിലേക്ക് പേഷ്യൻസിനെ മാറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻസിൽ പറയുന്നത്. വായിച്ചോ ഇൻട്രൊഡക്ഷൻ എല്ലാവരും? വായിക്കാത്തവര് വായിച്ചു ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയോ ICUനെ കുറിച്ച്? ഓക്കെ ആണോ? then next നോക്കാം, who are cared for in the ICU. ആരെയൊക്കെയാണ് നമ്മൾ ICUയിൽ കെയർ ചെയ്യുന്നത്, അതായത് ഏതൊക്കെ കണ്ടീഷൻസിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUയിൽ അഡ്മിറ്റ് ആക്കുന്നത്. ഇപ്പൊ ചെറിയൊരു പനി തലവേദനയൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ICUയിലേക്കാണ് നേരെ അഡ്മിറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണോ? ചെറിയൊരു അസുഖങ്ങൾക്ക് പനിയോ ചുമയോ തലവേദനയോ ഒക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരെ പിടിച്ചിട്ട് ICUയിലേക്കാണോ അഡ്മിറ്റ് ചെയ്യാറ്? അല്ല അല്ലേ. ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ICUയിൽ? ഏതൊക്കെയാണ്? സർജറി. ആരും ടെക്സ്റ്റിലൊക്കെ വാങ്ങി നോക്കണ്ട കേട്ടോ, നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞാൽ മതി. അത് ശരിയാണെങ്കിൽ ശരിയായിക്കൊള്ളട്ടെ, തെറ്റാണെങ്കിൽ തെറ്റായിക്കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ക്രിട്ടിക്കൽ കേസസ്, ഓക്കെ, ആക്സിഡന്റ് കേസസ് വരാം. ഓക്കെ, ഹാർട്ട് അറ്റാക്ക്, അത്രേ ഉള്ളൂ. pneumonia, okay, stroke, block വരുമ്പോൾ okay. നോക്കാം കേട്ടോ. who are cared for in the ICU. Patient may have a planned admission after surgery, an unexpected admission after an accident, or be admitted due to sudden and critical worsening of their health. മൂന്ന് രീതിയിലാണ് പേഷ്യന്റിനെ നമ്മൾ ICUയിലോട്ട് മാറ്റുന്നത്. എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, പേഷ്യന്റ് മേ ബി പ്ലാൻഡ് അഡ്മിഷൻ ആഫ്റ്റർ സർജറി, അല്ലെ. ചിലപ്പോ സർജറി കഴിഞ്ഞിട്ട് ഓൾറെഡി ആളെ നമ്മള് ഒരു മേജർ സർജറി ഒക്കെ ആണെങ്കിൽ ആ സർജറിക്ക് ശേഷം ഒരു ദിവസം ചിലപ്പോൾ ICUയിലോട്ട് മാറ്റും. അതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള അഡ്മിഷൻ ആണ്, അല്ലേ? ആണോ? മേജർ സർജറി ഒക്കെ കഴിയുമ്പോഴേ 1 or 2 ദിവസം ചിലപ്പോ പേഷ്യന്റിന് നമ്മൾ ICUയിലായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ആളെ നമ്മൾ കുട്ടികളോട്ട് ചേഞ്ച് ചെയ്യുന്നു. സെക്കൻഡ് വൺ, അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ, പ്രതീക്ഷിക്കാതെയുള്ള അഡ്മിഷൻ ആഫ്റ്റർ ആക്സിഡന്റ്, അല്ലെ. ആക്സിഡന്റ് കേസസ് ഒക്കെ വരുന്നത് പ്ലാൻ ചെയ്തുകൊണ്ടാണോ? അല്ല, അല്ലെ. ആ ഒരു പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വരുന്ന കേസസുകളാണ്. അങ്ങനെയുള്ള കേസസുകൾ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ആക്കുന്നു. Then admitted due to sudden and critical worsening
ഓഫ് ദെയർ ഹെൽത്ത്. പെട്ടെന്ന് ക്രിട്ടിക്കൽ ക്രോസിംഗ് എന്ന് വെച്ചാൽ വഷളാവുക അല്ലെ. പെട്ടെന്ന് ചിലപ്പോ ഐസിയുല സോറി വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കാം. സോ പെട്ടെന്ന് സ്ഥിതി വഷളായി പോകുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഐസിയുയിൽ പ്രവേശിപ്പിക്കുന്നു. Some hospital ICUs specialize in providing care for particular health conditions or injuries that include. Okay. അതായത് കുറച്ച് മേജർ ആയിട്ട് ചില ഹോസ്പിറ്റലുകൾ എന്താണ് പർട്ടിക്കുലർ കെയർ കൊടുക്കുന്നത് ഐസിയുയിൽ ഏത് തരത്തിലുള്ള പേഷ്യൻസുകൾക്കാണ് കൂടുതലും കെയർ കൊടുക്കുന്നത് നോക്കുക. സെർവർ ബേൺസ്. എന്താ സെർവർ ബേൺസ് എന്ന് വെച്ചാൽ കഠിനമായ പൊള്ളല്, ചെറിയ രീതിയിലുള്ള പൊള്ളലല്ല, ചിലപ്പോൾ ശരീരത്തിന് ഒരു 80% പൊള്ളൽ സംഭവിക്കുക, അവയവങ്ങളൊക്കെ ആകെതാവുക, ആന്തരിക അവയവങ്ങൾക്ക് പോലും പൊള്ളലൊക്കെ സംഭവിക്കുന്നത്, കഠിനമായ പൊള്ളൽ. ഓക്കെ. റെസ്പിറേറ്ററി ഫെയിലിയർ. എന്താ റെസ്പിറേറ്ററി ഫെയിലിയർ? ശ്വസനം ബുദ്ധിമുട്ട്, നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രയാസം വരിക, ഓക്സിജൻ സിലിണ്ടറൊക്കെ ആവശ്യമായി വരുന്ന ഒരു ഘട്ടം. ഓക്കെ. കാർഡിയോ തൊറാസിക് സർജറി. കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ വാൾവ് മാറ്റൽ ശസ്ത്രക്രിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോ അതൊക്കെ കുറച്ചും കൂടി മേജർ ആയിട്ടുള്ള സർജറികളാണ്. സോ അതിനും നമ്മൾ പേഷ്യന്റിന്റെ ഐസിയുവിന് ആവശ്യമാണ്. കോംപ്ലക്സ് സ്പൈനൽ സർജറി. എന്താ സ്പൈനൽ സർജറി എന്ന് പറഞ്ഞാൽ? സ്പൈനൽ കോഡ്, സ്പൈനൽ നട്ടലിനും അല്ലെ, അങ്ങനെയുള്ള സ്പൈനൽ കോഡ്, നമ്മുടെ നട്ടലിനൊക്കെ ക്ഷതം സംഭവിക്കുക, വലിയ വലിയ വീഴ്ചകളൊക്കെ ക്ഷതം സംഭവിക്കുന്നത്. മേജർ ട്രോമ. ട്രോമ എന്ന് വെച്ചാൽ വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ സംഭവിക്കുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അല്ലെ, നമ്മളുടെ എന്താണ് അവയവങ്ങള് മാറ്റം, അവയവങ്ങളൊക്കെ നമ്മൾ മാറ്റുമ്പോൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ. സെപ്സിസ്. സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? സെപ്സിസ് അണുബാധ അല്ലേ, അണുബാധ. അതായത് ബ്ലഡിലൊക്കെ വരുന്ന അണുബാധകളൊക്കെ വന്നിട്ട് അത് ലങ്സിനെയും മറ്റും ഇഫക്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. ദെൻ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്. ഓക്കെ. അപ്പൊ ഇത്തരം കണ്ടീഷൻസിലൊക്കെയാണ് കുറച്ചും കൂടി ഹോസ്പിറ്റൽ ഐസിയുസ് കെയർ ചെയ്യുന്നത് പേഷ്യൻസിന്. ക്ലിയർ ആണോ? ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോ അതിൽ കൂടുതൽ പെടാത്തത് ചോദിക്കാം, ഏത് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ ആ പോയിന്റ്സുകൾ കൃത്യമായിട്ട്, ഓരോ മാർക്ക് കിട്ടിയ പോയിന്റ്സുകൾ അത് കൃത്യമായിട്ട് ഒന്ന് പഠിക്കാം. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കി. ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU. ട്രോമ എന്ന് പറഞ്ഞാല് വലിയ വലിയ വീഴ്ചകള്, ഭയങ്കര മാരകമായിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റില്ലേ, ആഘാതങ്ങള്. ഒന്ന് സെർവർ ബേൺസ്, കഠിനമായ പൊള്ളലുകൾ, തീപ്പൊള്ളലേക്കാന്നൊക്കെ പറയില്ലേ, അത് ചെറിയ പൊള്ളലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ മാക്സിമം ഭാഗങ്ങൾ പൊള്ളുക, ആന്തരിക അവയവങ്ങൾക്ക് വരെയൊക്കെ പൊള്ളലേൽക്കുന്നത്, അത്തരത്തിലുള്ള വലിയ പൊള്ളലായിട്ട് വരുന്നത്. ദെൻ റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വസന പരാജയം, ഓക്സിജൻ സിലിണ്ടറൊക്കെ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഒക്കെ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അറിയില്ലാത്തത് മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ. എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ചില വാക്കുകളെ, ചില ടേമുകൾ അറിയാൻ പാടില്ലാത്തതായിരിക്കാം, നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചോളൂ. ഓക്കെ. നാളെ നിങ്ങൾ വായിക്കുമ്പോൾ ഡൗട്ട് വരില്ല, അതുകൊണ്ടാണ് എഴുതി വെക്കാമെന്ന് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങളുടേതായ രീതിയിൽ എഴുതി വെച്ചോളൂ. കംപ്ലീറ്റ് ചെയ്തുള്ള ഒരു
who are cared for in the ICU. Okay, in next നോക്കാം common type of ICU. Okay, അപ്പൊ നമ്മള് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അവിടെ കോമൺ ആയിട്ടുള്ള ICU ആയിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICUകൾ ഉണ്ടാകും, സെപ്പറേറ്റഡ് ആയിരിക്കും ഇല്ലേ? ഓരോ വിഭാഗത്തിലെ പേഷ്യൻസിനും അവരുടേതായിട്ടുള്ള ICU അല്ലേ? അവിടെ ആ രീതിയിലുള്ള പേഷ്യൻസുകൾ മാത്രം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരിക്കാം ഇനി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ICUs ഉള്ളത്. കണ്ടിട്ടുണ്ടോ? കുറച്ചും കൂടി വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴേ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ICUs ഉണ്ടെന്ന്. ഓക്കെ, NICU. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് കോമൺ ടൈപ്സ് 9 ടൈപ്പ്, 9 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് പേരും അതിന്റെ ഷോർട്ട് ഫോമും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത്രയും ഭാഗം ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കാം. സിമ്പിൾ ആണ്. നമ്മളിപ്പോ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പദ്ധതി നിങ്ങൾ പഠിക്കും. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ CICU, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. CICU, കാർഡിയാക്. കാർഡിയാക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കാർഡിയാക് എന്തുമായിട്ടാണ് കാർഡിയാക് എന്ന് വെച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണത്? ഹാർട്ടിന്റെയാണ് അല്ലെ? ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഡിസീസസിലുള്ള പേഷ്യൻസിനെയാണ് നമ്മള് CICUല പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ CICUല വേറെ ഒരു തരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അവിടെ അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസ് എല്ലാവരും തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉള്ളവരായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് CICU, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, then second one CVTS, കാർഡിയോവാസ്കുലർ thoracic intensive care unit. പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആണ്. കാർഡിയോവാസ്കുലർ thoracic intensive care unit. നമ്മൾ പറഞ്ഞതിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു കാർഡിയോവാസ്കുലർ എന്ന് പറഞ്ഞാൽ? ബൈപ്പാസ് സർജറി, ഹൃദയത്തിന്റെ വാൽവ് ശസ്ത്രക്രിയ. ആണെങ്കിൽ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. കാർഡിയോവാസ്കുലറിന്റെ ബ്രാക്കറ്റിലുള്ള ബൈപ്പാസ് സർജറി, then വാൽവ്. പഠിക്കാനുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അറിയില്ലാത്തവരുടെ കേസാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. then അപ്പൊ CVTS കണ്ടു, കാർഡിയോവാസ്കുലർ thoracic intensive care unit. then GICU, ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ ഏത് വിഭാഗമായിരിക്കും? ഗ്യാസ്ട്രോളജിസ്റ്റ് എന്നൊക്കെ പറയുക നമ്മള്. സ്റ്റൊമക്ക് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ആയിരിക്കാം GICUൽ വരുന്നത്. നെക്സ്റ്റ് വൺ MICU, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഏത് വിഭാഗമായിരിക്കും MICU? അതായത് പൾമണറി ഓളാണോ ഏതാണ് ചോദിച്ചത്? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് MICU. ഓക്കെ, MICUല് പൾമണറി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് കൂടുതലും MICUൽ വരുന്നത്. പൾമണറി എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആണ് MICUൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ NICU, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എക്സ്പെഷ്യലി ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ് NICU? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. NICU എക്സ്പെഷ്യലി ഫോർ ന്യൂ ബോൺ അല്ലെ? ന്യൂ ബോൺ ബേബീസ്. ഓക്കെ, ഇപ്പൊ കുഞ്ഞുങ്ങള് നമ്മള് ചിലപ്പോൾ മാസം തിരിയാതെയുള്ള അല്ലെ ഡെലിവറിക്കൊക്കെ എന്തെങ്കിലൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ NICUൽ കെയർ ചെയ്യും. നെക്സ്റ്റ് വൺ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെർവസ് സിസ്റ്റം, നട്ടല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞരമ്പുകൾക്ക് അസുഖം കണ്ടീഷൻസ്, നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിക്കുന്നത്. നെർവസ് സിസ്റ്റം. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, NICU എന്ന് പറയുമ്പോൾ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU, അതും ഒരു NICU തന്നെയാണ് നമ്മൾ ഷോർട്ട് ഫോം ഇടുമ്പോൾ. പക്ഷെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടില്ല. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചോ? ന്യൂറോ ഇന്റൻസീവ് കെയറും NICU എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ NICU എന്ന് പറയുന്നത് എപ്പോഴും നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ ആണ്.
ഒരിക്കലും ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ല. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് അവിടെ ഷോർട്ട് ഫോം ഇടാത്തത്. ഷോർട്ട് ഫോമിൽ നമ്മൾ അങ്ങനെ പറയില്ല. NICU എന്ന് പറയുന്നത് എപ്പോഴും നിയോനേറ്റൽ ആയിരിക്കും. ഓക്കെ, അവിടെ പഠിപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, ന്യൂറോ ഇന്റൻസീവിൽ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് മാത്രം പറയുകയുള്ളൂ. അവിടെ ഷോർട്ട് ഫോമിൽ NICU എന്ന് പറഞ്ഞാൽ ഓൺലി ന്യൂ ബോൺ ബേബീസിന്റെ NICU മാത്രം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാം, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയി? ക്ലിയർ ആയോ? Then next one, PICU, Pediatric Intensive Care Unit. Pediatric Intensive, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. Then SICU, Surgical Intensive Care Unit. സർജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, സർജറി കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കുന്നത്. The last one, TICU, Trauma Intensive Care Unit. ട്രോമ പേഷ്യൻസുകളൊക്കെ ഉണ്ടാകും അല്ലേ? അതായത് എന്താണ്, വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ അങ്ങനെയുള്ള വലിയ വലിയ പരിക്കുകളൊക്കെ ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ TICUല് വീഴ്ചകളോ ആഘാതങ്ങളോ അല്ലെ, അതിനെയാണ് നമ്മൾ TICUല് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് കോമൺ ടൈപ്സ് ഓഫ് ICU എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. CICU, Cardiac Intensive Care Unit, എസ്പെഷ്യലി ഫോർ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് CICUല് വരുന്നത്. Then Cardiovascular Thoracic Intensive Care Unit, that is CVTS. ബൈപ്പാസ് സർജറി, വാൽവ് ശസ്ത്രക്രിയകളൊക്കെയാണ് അവിടെ വരുന്നത്. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, GICU, അബ്ഡോമിനൽ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, MICU, പൾമണറി സംബന്ധിച്ചിട്ടുള്ള ശ്വാസകോശ സംബന്ധിച്ചിട്ടുള്ള കേസുകളാണ് MICUയിൽ ഉൾപ്പെടുന്നത്. Then Neonatal Intensive Care Unit, NICU, എസ്പെഷ്യലി ന്യൂ ബോൺസ് ബേബീസിന് വേണ്ടിയിട്ടാണ്. Then Neuro Intensive Care Unit, നെർവസ് സിസ്റ്റത്തിന് തകരാറുള്ള പേഷ്യൻസ് ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. Then Pediatric Intensive Care Unit, PICU, especially for children. Surgical Intensive Care Unit, SICU, സർജറി ആഫ്റ്റർ സർജറി ശേഷം പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുന്നത്. ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, വലിയ വീഴ്ചകളോ ആഘാതങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ PICUലാണ് പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ആക്സിഡന്റ് കേസുകൾ PICU, ആക്സിഡന്റ് കേസുകൾക്ക് PICU വരാം. കാരണം മാരകമായിട്ടുള്ള ഹെഡ് ഇഞ്ചറി ഒക്കെ വരുമ്പോഴും PICU തന്നെയാണ് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കി ഒരു 5 പ്രാവശ്യം വായിക്കാം. 5 പ്രാവശ്യം വായിക്കാൻ പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഫുൾ ഫോമുകൾ ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു വെച്ച് പെട്ടെന്ന് വായിച്ചോളൂ. 5 times. ഓക്കെ, ഒറ്റയടിക്ക് വായിക്കാലോ. 5 times പഠിക്കുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കാം. ആ ഫുൾ ഫോമുകൾ എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ?
ഓക്കെ, പഠിച്ചോ എല്ലാവരും? പഠിച്ചോ? കുറച്ച് പഠിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരു ചെറിയ സെക്ഷൻ കൂടി എടുക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു ഘടനയുടെ അടിസ്ഥാനത്തിൽ ICU നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന്. ഫസ്റ്റ് വൺ ഓപ്പൺ യൂണിറ്റും സെക്കൻഡ് വൺ ക്ലോസ്ഡ് യൂണിറ്റും. സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ICUവിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. ഈ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണേ, കാരണം ഇവിടെ കുറച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സോ അത് കുറച്ചും കൂടി ഞാൻ ക്ലാരിഫിക്കേഷനോട് കൂടി പറയാനാണ്. സോ ഈ ഭാഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. ഓക്കെ, ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. അപ്പൊ ICU നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ ആ ഒരു സംഘടന സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഓപ്പൺ യൂണിറ്റ് എന്താണെന്ന് പറയാം. നോക്കിയേ, ഓപ്പൺ യൂണിറ്റ്. All attending physicians may admit and care for patients. Triage decision falls on director of ICU when there is bed or staff shortage. ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ തന്നെ പറയാം, അവിടെ അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കില്ല. ഓക്കെ, ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആണെങ്കിലും പക്ഷെ അത്ര ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പേഷ്യൻസ് ഒന്നും ആയിരിക്കില്ല ഓപ്പൺ യൂണിറ്റിൽ വരുന്നത്. സോ അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും ഫിസിഷ്യൻസ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും ഓക്കെ ആണോ? ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നുമല്ല. സോ ഫിസിഷ്യന്മാർ തന്നെയാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും കെയർ കൊടുക്കുന്നതും. ഇനി ട്രയേജ് ഡിസിഷൻ ഫോൾസ് ഓൺ ഡയറക്ടർ ഓഫ് ICU. ഇനി ട്രയേജ് ആയിട്ടുള്ള ഡിസിഷൻസ് മീൻസ് ഗുരുതരമായിട്ടുള്ള അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, അതായത് എക്സാമ്പിൾ ആണ്, എന്തെങ്കിലും ബെഡിന്റെ പ്രശ്നം വന്നു, അതായത് ICU ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ, അതിന്റെ പ്രശ്നങ്ങളും, ദെൻ സ്റ്റാഫ് ഷോർട്ടേജ്, ICU സ്റ്റാഫുകളുടെ എണ്ണത്തിൽ കുറവുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ICU ഡയറക്ടർ ആയിരിക്കും. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും ഫിസിഷ്യൻ ആണ്. ഓക്കെ, പക്ഷെ മറ്റു ട്രയേജ് ഡിസിഷൻസ് ഇപ്പൊ ബെഡിന്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, സ്റ്റാഫുകളുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും ICU ഡയറക്ടർ ആയിരിക്കും. അത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെയാണോ അത്രയും? ഓക്കെ, നോക്കാം. ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കൺസെപ്റ്റ്. അതായത് ഈ ഒരു ഓപ്പൺ യൂണിറ്റിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താ? ഡ്രോബാക്ക് ഒരു പോരായ്മ അല്ലേ? പോരായ്മ എന്ന് പറയുന്നത് these physicians might not have received specialized training for managing critically ill patients is the major drawback. അപ്പോ ഈ ഒരു ഓപ്പൺ യൂണിറ്റിന്റെ മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ നോക്കുന്ന ഫിസിഷ്യന് ക്രിട്ടിക്കൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. ക്ലിയർ ആയോ? അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്, പോരായ്മ എന്ന് പറയുന്നത്. അതിനാലാണ് നമ്മൾ പറഞ്ഞു ഭയങ്കര അത്രക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒന്നും ആയിരിക്കില്ല ഓപ്പൺ യൂണിറ്റിൽ വരുന്നത്. എന്തുകൊണ്ടാണ്? ഫിസിഷ്യനാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്, പരിശീലിക്കുന്നത് അല്ലേ? സോ ആ ഫിസിഷ്യന്മാർക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഒന്നും ലഭിച്ചിരിക്കില്ല. അതാണ് ഈ ഒരു ഓപ്പൺ യൂണിറ്റിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫിസിഷ്യനാണ് ഓപ്പൺ യൂണിറ്റിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും. ദെൻ ട്രയേജ് ഡിസിഷൻസ് എടുക്കുന്നത് ICU ഡയറക്ടർ ആയിരിക്കും. ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫിസിഷ്യന് ട്രെയിനിങ്സ് ലഭിച്ചിട്ടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത്രയും മതി നമുക്ക് ഓപ്പൺ യൂണിറ്റില്. ഈ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലോസ്ഡ് യൂണിറ്റ്. ഇത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറയാം. ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ the directors and or associates are accountable for all admission and discharges. ആ ICUയിലെ അഡ്മിഷനും ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ICU ഡയറക്ടറും അവരുടെ അസോസിയേറ്റ്സും ആയിരിക്കും. Once the patient is admitted, the unit team take collaborating with admitting team for efficient patient care. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു യൂണിറ്റ് ടീം, അതായത് ആ ICUവിന് ഉള്ളിലെ ഒരു യൂണിറ്റ് ടീം, നഴ്സസും ഡോക്ടേഴ്സും ചേർന്ന് കൊളാബറേറ്റ് ചെയ്യുന്നത് എഫിഷ്യന്റ് ആരുടെ ഒപ്പം? വിത്ത് അഡ്മിറ്റിംഗ് ടീം. അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ ഡയറക്ടേഴ്സും അസോസിയേറ്റ്സിന്റെ ഒപ്പം തന്നെ
അവിടെയുള്ള സ്റ്റാഫുകൾ ആ ഒരു യൂണിറ്റ് ടീം പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നു. ഒരുപോലെ പ്രവർത്തിച്ച് സഹകരിച്ചുകൊണ്ട് പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നു. ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺ. ക്ലോസ്ഡ് യൂണിറ്റ് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണെന്ന്. എങ്ങനെയാണ്? മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷൻ. ട്രീറ്റ്മെന്റ് ആരംഭിച്ചതിന് ശേഷം ഒരുപാട് നേരം മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ, പേഷ്യന്റിനെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു, അവരുടെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വിലയിരുത്തുന്നു. ഇന്റൻസിവിസ്റ്റ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. അവിടെ ക്രിട്ടിക്കലി ഇൽഡ് ആയ പേഷ്യൻസിനെ പരിചരിക്കുന്നത് ഇന്റൻസിവിസ്റ്റ് ആണെന്ന്. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റൻസിവിസ്റ്റ് അതായത് ഇങ്ങനെ ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസുകൾക്ക് സ്പെഷ്യൽ കെയർ നൽകുന്ന ഒരു ഫിസിഷ്യൻ തന്നെയാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇന്റൻസിവിസ്റ്റ് ഉണ്ട് ക്ലോസ്ഡ് യൂണിറ്റില്. ക്ലിയർ ആണോ? ക്ലോസ്ഡ് യൂണിറ്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും ആണ് അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും. ദെൻ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം യൂണിറ്റ് ടീം ഇവരോടൊപ്പം ചേർന്ന് നല്ല രീതിയിൽ അവർക്ക് കെയർ കൊടുക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെന്ന്. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ടൈം പേഷ്യൻസിന് കെയർ ചെയ്യുന്നു. ദെൻ അവരൊരു ഇന്റൻസിവിസ്റ്റ് ഉണ്ടായിരിക്കും. അത്രയും കാര്യങ്ങളാണ് ക്ലോസ്ഡ് യൂണിറ്റിൽ വരുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിക്കാട്ടോ നിങ്ങള്, നന്നായിട്ട് വായിക്കുക. ഇത് കമ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒന്നും കൂടി പറഞ്ഞു തരാം, ഇത് റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. നന്നായിട്ടൊന്ന് വായിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റാഫിംഗ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഒരുപാടായിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്? ആണോ? ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എടുത്തത്ര നോക്കിയാണോ എല്ലാവരും? ക്ലിയർ ആണോ? ഒരുപാട് എടുത്ത് ഇനി ബോറാക്കണ്ടല്ലോ എന്ന് കരുതിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡും ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇന്ത്യൻ എന്താണെന്ന് ചെറിയൊരു നോട്ട് തരാം. ഓക്കെ, താങ്ക് യു.